ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ചെയ്യാൻ പോകുന്നത് വാഴത്തണ്ട് ഇല്ല വാഴപ്പിണ്ടി വെച്ചോളൂ നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു തോരനാണ്. ഒരു പ്രാവശ്യമെങ്കിലും ഇങ്ങനെ ചെയ്ത് ടേസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ വാഴപ്പിണ്ടി നിങ്ങൾ കളയത്തേയില്ല, അതുപോലെ നല്ല ടേസ്റ്റ് ഉള്ളൊരു തോരനാണ്. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്തൊന്ന് സപ്പോർട്ട് കൂടി ചെയ്യാൻ മറക്കരുത്. ഇത്ര നീളമുള്ളൊരു വാഴപ്പിണ്ടിയാണ് ഇന്ന് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അതെല്ലാം ഒന്ന് റൗണ്ടായിട്ട് ഒരേ ലെവലിലൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നാരെല്ലാം ഇങ്ങനെ വലിച്ച് രണ്ട് സൈഡിൽ നിന്ന് വലിച്ച് ചുറ്റിയെടുത്ത് നാരെല്ലാം ക്ലീൻ ചെയ്യുന്നുണ്ട്. ഇത് ഒരുപാട് കട്ടിയില്ലാത്ത നൂലാണ്, ഈസിയായിട്ട് എടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഇനി ഈ റൗണ്ടെല്ലാം ചോപ്പറിനകത്തോ കത്തി വെച്ചോ നല്ലതായിട്ട് ചെറുതായിട്ട് അരിഞ്ഞ് മാറ്റി വെക്കുക. കടായ ചൂടായിട്ടുണ്ട്, എണ്ണ ഇട്ടിട്ടുണ്ട്. ഒരു അരക്കപ്പ് ചെറുതായിട്ട് അരിഞ്ഞ സവാള, കൂടെ തന്നെ ഒരേ ഒരു പച്ചമുളകാണ് ഇടുന്നത്. പിന്നീട് മുളക് ചേർക്കുന്നുണ്ട്, അതുകൊണ്ട് ഒരേ ഒരു പച്ചമുളക് കൂടെ ഇട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുകയാണെങ്കിൽ ഒരുപാടൊന്നും വഴറ്റേണ്ട ആവശ്യമില്ല. കുറച്ച് കറിവേപ്പിലൂടെ ചേർത്തിളക്കാം. സവാള ലൈറ്റായിട്ടൊന്ന് വഴന്നിട്ടുണ്ട്. സവാള കുറച്ചൊന്ന് വഴന്നതിന് ശേഷം മാത്രം ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്ന വാഴപ്പിണ്ടി ഇടുവാണ്. ആ ഒരളവ് ഏകദേശം അരിഞ്ഞപ്പോൾ ഒരു 1.25 കപ്പ് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ക്യാരറ്റും ചേർക്കുവാണ്. അത് രണ്ടും ഒരേ അളവിൽ ഒരേ കനത്തിൽ അരിയാൻ നോക്കുക. ഏകദേശം ഒരു 1.25 കപ്പോളം ക്യാരറ്റുണ്ട്. ക്യാരറ്റിൻ്റെ അളവ് കുറച്ച് കുറവാണ്. അതോടെ ചേർത്ത് ഇളക്കുവാണ്. ഇനി ഇതിനാവശ്യമുള്ള ഉപ്പ് ചേർക്കുക, കുറച്ച് മഞ്ഞൾപ്പൊടി, ഇത് രണ്ടും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുകയാണ്. ഉപ്പ് എല്ലാ ഭാഗത്തും നന്നായിട്ട് പിടിക്കണം, ആ രീതിയിൽ ഒന്ന് ചേർത്ത് ഇളക്കണം. ഇങ്ങനെ നന്നായിട്ട് ഇളക്കിയിട്ട് ഇങ്ങനെ തട്ടിപ്പൊത്തി വെക്കുക എന്ന് പറയത്തില്ലേ, ഇങ്ങനെ ഒന്ന് തട്ടിപ്പൊത്തി വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിലിട്ട് ഒന്ന് കുക്ക് ചെയ്യണേ, മൂടി വെച്ച് തന്നെ. ഒരു 2-3 പ്രാവശ്യം ഇടയ്ക്കൊന്ന് തുറന്ന് ഒന്ന് ഇളക്കി നന്നായിട്ട് ഇളക്കിയിട്ട് വീണ്ടും ഇതുപോലെ തട്ടിപ്പൊത്തി വെച്ചിട്ട് മൂടി വെച്ച് വേവിച്ചെടുക്കണം. ഇടയ്ക്കൊന്ന് ഒരു പീസ് ക്യാരറ്റിൻ്റെ ഒരു പീസ് വാഴപ്പിണ്ടിയുടെ എടുത്തൊന്ന് കടിച്ച് നോക്കുക വെന്തിട്ടുണ്ടോ എന്ന്. നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതിനകത്ത് ചേർക്കുന്നത് ഒരു അരക്കപ്പോളം വേവിച്ചെടുത്ത ഉപ്പും മഞ്ഞൾപ്പൊടിയോടെ ചേർത്ത് വേവിച്ചെടുത്ത ചെറുപയറാണ് ചേർക്കുന്നത്. ഇത്രയും കൂടി ചേർക്കണമെന്നില്ല, ചെറുപയർ ഒരുപാടാവരുത്, ഇത് കുറവ് അളവായാലും മതിയേ. ഇനി ഒരു അരപ്പ് ചേർക്കണം. ഒരു അരക്കപ്പോളം തേങ്ങ എടുത്തിട്ടുണ്ട്, 2 വറ്റൽമുളക്, ശകലം ജീരകം, ഒരു 7-8 വെളുത്തുള്ളിയുടെ ചേർത്ത് തരിതരിപ്പായിട്ട് അരച്ച് വെച്ചിട്ടുണ്ട്. ആ തേങ്ങയുടെ അരപ്പോടെ ചേർക്കുവാണ്. അരപ്പ് ചേർത്ത് ഇളക്കുന്നില്ല, ഇതിന് മുകളിൽ തന്നെ ഇട്ടൊന്ന് തട്ടിപ്പൊത്തി വീണ്ടും ഒന്ന് ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് ആ തേങ്ങ ചൂടാകുന്ന രീതിയിലൊന്ന് മൂടി വെച്ച് വേവിക്കുകയാണ് ചെയ്യുന്നത്. തേങ്ങ ഒരുപാട് അങ്ങ് വെന്ത് പോകാതിരിക്കാനാണ് ഏറ്റവും മുകളിൽ തന്നെ ഇട്ടത്, പക്ഷേ നന്നായിട്ടൊന്ന് ചൂടായി കിട്ടുകയും വേണേ. അടപ്പ് പാത്രത്തിൻ്റെ മുകളിൽ നന്നായിട്ട് ആവി വന്ന് തട്ടിയിട്ടുണ്ട്, നന്നായിട്ട് ചൂടായെന്നർത്ഥം. ലോ ഫ്ലെയിമിലിട്ട് വേണം ചെയ്യാനായിട്ട്. നന്നായിട്ട് ആവി പോകുന്നുണ്ട്. ഇനി എല്ലാം കൂടെ ചേർത്ത് ഇളക്കുകയാണ് ചെയ്യുന്നത്. കറിവേപ്പിലയ്ക്കകത്ത് ഒട്ടും വെള്ളം പാടില്ല, വെള്ളമില്ലാത്ത കറിവേപ്പിലയോടെ ചേർക്കണേ. അതായത് ലാസ്റ്റിലിടുന്ന കറിവേപ്പിലയ്ക്കകത്ത് ഈർപ്പമായി ഒട്ടും പാടില്ല. നന്നായിട്ട് ചേർത്ത് ഇളക്കുവാണ്. ചേർത്തിളക്കി ഒരു 2 മിനിറ്റ് നേരം ഒന്ന് തുറന്ന് വെക്കുകയാണ്. അതും ലോ ഫ്ലെയിമിൽ തന്നെ തുറന്ന് വെക്കുകയാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണേ, തേങ്ങ നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുകയാണ്. അതിനിടയിൽ വെള്ളം ഒന്നും കിട്ടി നിൽപ്പില്ല, നല്ലതായിട്ട് തുറന്ന് കിട്ടിയിട്ടുണ്ട്. ഒരു 2-3 മിനിറ്റ് ഇങ്ങനെ ഓപ്പണായിട്ട് ലോ ഫ്ലെയിമിൽ ഇങ്ങനെ ഇടണേ. ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്യുക. വേണമെന്നുണ്ടെങ്കിൽ ഒരു പച്ച വെളിച്ചെണ്ണ ആവശ്യമുള്ളവർക്ക് മാത്രം മുകളിൽ കൂടെ ഒന്ന് ഒഴിക്കാവുന്നതാണ് ലാസ്റ്റിൽ. നല്ല ടേസ്റ്റുള്ളൊരു തോരനാണ്. ഒരു പ്രാവശ്യം ഈ ഒരു അളവിൽ ഉണ്ടാക്കിയതിന് ശേഷം ക്യാരറ്റിൻ്റെയും വാഴപ്പിണ്ടിയുടെ അളവ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയൊക്കെ കൂട്ടിയും കുറച്ചൊക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. എങ്കിലും പയർ ഒരുപാട് ഇടാതിരിക്കുന്നതാണ് നല്ലത്. ഇതുപോലൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ലൈക്കും കമൻറ്റും തന്ന് സപ്പോർട്ട് കൂടി ചെയ്യണേ. ഇതുവരെ തന്ന സപ്പോർട്ടിനെല്ലാം ഒരുപാട് നന്ദിയുണ്ട്.